കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മാവോയിസ്റ്റ് ഭീഷണി. അവിടെ SHOയ്ക്ക് മാവോയിസ്റ്റ് എസ് രാധാകൃഷ്ണൻ എന്നയാളുടെ പേരിൽ ഒരു ലെറ്റർ ചെന്നിരിക്കുന്നു. അവിടുത്തെ SHOയുടെ അടുത്ത് ഒരു വാണിംഗ് ആയിട്ടാണ് ആ ലെറ്റർ ചെന്നിരിക്കുന്നത്. മാവോയിസ്റ്റ് ഭീഷണി അല്ലെങ്കിൽ മാവോയിസ്റ്റുകാരനായ എസ് രാധാകൃഷ്ണൻ്റെ പേരിലാണ് കുന്നംകുളം പോലീസിന് ആ ഭീഷണിക്കത്ത് ലഭിച്ചിരിക്കുന്നത്. കാരണം പോലീസ് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പൊതുജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് അതിശക്തമായ നടപടി എടുക്കും എന്നാണ് മാവോയിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഇക്കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അടിയന്തരമായിട്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അഡീഷണൽ ഫോഴ്സുകൾ കൊടുക്കണം ഉടനെ. കാരണം ചില മാവോയിസ്റ്റ് ചിന്താഗതിക്കാരായ ധാരാളം പേര് കേരളത്തിലുണ്ട്. അവർ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഇതുവരെ ഗവൺമെൻറ്റിനെതിരെയോ അല്ലെങ്കിൽ പോലീസിനെതിരെയോ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെയോ നീങ്ങിയിട്ടില്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എമർജൻസിക്ക് മുമ്പ് ഉണ്ടായ സംഭവങ്ങൾ മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൂ. മാവോയിസ്റ്റ് ചിന്താഗതിക്കാരായ പലരും മലയാളികളുണ്ടായിരുന്നു. പലരും പല മാവോയിസ്റ്റ് ആക്രമണം നടത്തി അവർക്ക് പലരെയും തലകൊയ്യുകയൊക്കെ ചെയ്ത ഒരു ചരിത്രം കേരളത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനം മൂലം വളരെയധികം ശക്തി കുറഞ്ഞു. പലരും അത് വിട്ടുപോയി. പലരും പ്രായാധിക്യം കൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ മേലാത്ത കണ്ടീഷനായി. അതുതന്നെയല്ല, വയനാട് ഏരിയയിൽ അല്പസ്വല്പം മാവോയിസ്റ്റിൻ്റെ ശല്യങ്ങൾ ഇന്നുമുണ്ട്. അടുത്ത കാലങ്ങളിലൊക്കെ 3-4 പേരെ വെടിവെച്ച് കൊന്നതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഈ ഭീഷണിക്കത്തിന് അറിയിക്കുന്ന പ്രാധാന്യം കൊടുക്കണം പോലീസ്. DGP അത് ശ്രദ്ധിക്കണം, ആഭ്യന്തര വകുപ്പ് അത് ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ഒരു ലെറ്റർ ചിലപ്പം നാട്ടുകാരെങ്കിലും എഴുതിയിട്ടതായിരിക്കും. കാരണം ഇതുപോലെയുള്ള ഭീകര മർദ്ദനം കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനിൽ നടന്നു എന്ന് വന്നതുകൊണ്ട് അതിന് വലിയ വാർത്താപാതയാണ് ലഭിച്ചുകൊണ്ട്. അപ്പം പൊതുജനങ്ങൾ ആ CCTV ദൃശ്യത്തിൽ കൂടി ആ പാവങ്ങളെ മർദ്ദിക്കുന്നത്, പോലീസ് മർദ്ദിക്കുന്നത് കണ്ട് പൊതുജനം മുഴുവൻ ആൾക്കാരും വളരെയധികം ധാർമ്മിക രോഷത്തിലും അവർ പ്രക്ഷുബ്ധമായ മാനസിക അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകുന്നവരുമാണ്. ശക്തമായ പ്രക്ഷോഭണം നമുക്ക് റോഡ് സൈഡുകളിലെല്ലാം കാണാം. പോലീസ് സ്റ്റേഷൻ പലതും പിക്കറ്റ് ചെയ്യുന്നത് കാണാം. അക്രമവാസനകൾ ഉടലെടുത്ത് പലരും പോലീസിന് നേരെ എറിയുന്നതും പോലീസ് തിരിച്ച് ലാത്തിച്ചാർജ് എന്നൊക്കെ പറഞ്ഞ ലോ ആൻഡ് ഓർഡർ പ്രശ്നം വളരെ ഗുരുതരമായി വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഈ ഒരു മാവോയിസ്റ്റ് ലെറ്റർ കിട്ടിയതിന് വളരെ പ്രാധാന്യമുള്ളതായിട്ട് തന്നെ കരുതണം. സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ തന്നെ ഇൻ്റേണൽ സെക്യൂരിറ്റിക്കാരും അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡറിൻ്റെ മേലധികാരിയും എല്ലാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ SP-മാരും വളരെ സൂക്ഷിക്കണം. മർദ്ദനം നടന്നു എന്ന് ആക്ഷേപിച്ചിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലെ അവരവിടെ ഇല്ലെങ്കിലും അങ്ങോട്ട് പ്രതിഷേധം വരികയും ഇതുപോലെയുള്ള മാവോയിസ്റ്റ് ചിന്താഗതിക്കാരുടെ അക്രമം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് 2 പോലീസ് സ്റ്റേഷനിലെ ഗവൺമെൻറ് അഡീഷണൽ ഫോഴ്സസിനെ വിനിയോഗിക്കണം. അവരെ തോക്കുകൾ കൊടുത്ത് അവർക്ക് ഗാർഡ് അവിടെ അഡീഷണൽ പോസ്റ്റ് ചെയ്തിരിക്കണം. കാരണം പീച്ചി പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും അഡീഷണൽ ഫോഴ്സ് കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം പൊതുജനങ്ങൾ അത്ര എതിർപ്പിലേക്ക് വന്നു കഴിഞ്ഞു. കാരണം അവിടുത്തെയുള്ള ചില ദൃശ്യങ്ങളൊക്കെ പൊതുജനത്തിൻ്റെയും സാധാരണക്കാരെയും അതുപോലെ വയലൻ്റായിരിക്കുന്ന ഒരു തലമുറ യുവതലമുറയ്ക്കൊക്കെ അത് വലിയ ആക്ഷേപകരമായി വന്നുകൊണ്ട് റീറ്റാലിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ സമയം മാവോയിസ്റ്റുകൾ മുതലെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 2 പോലീസ് സ്റ്റേഷനും അടിയന്തരമായിട്ട് അവിടെ അഡീഷണൽ ഫോഴ്സസ് കൊടുക്കണം. കൺസേൺഡ് SP-മാർ അത് ശ്രദ്ധിക്കണം. അതുപോലെ ആലപ്പുഴ ജില്ലയിൽ ഒരു DYSP-ക്കെതിരായിട്ട് അതിശക്തമായ നടപടികൾ വരുന്നുകൊണ്ടിരിക്കുന്നു. അയാളെ അടിയന്തരമായിട്ട് ജില്ലയിൽ നിന്ന് മാറ്റണം. കാരണം അയാൾ അവിടുത്തുകാരൻ തന്നെയാണ്. അവിടെ എങ്ങനെയാണ് ഒരു DYSP-യെ പോസ്റ്റ് ചെയ്യുന്നത്? സ്വന്തം പോലീസ് സ്റ്റേഷനിൽ അത് അവിടെ തന്നെ SI-മാരായിട്ടും CI-മാരായിട്ടും DYSP-മാരായിട്ടും ഇരിക്കാൻ പാടില്ല. അത് ഗവൺമെൻറ് കോൺട്രാക്ട് റൂൾ അനുസരിച്ച് എതിരാണ്. ഒരാളെയും പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മുകളിലോട്ട് വരുന്ന ഒരാൾ അതാത് ഡിസ്ട്രിക്റ്റിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആ സബ് ഡിവിഷനിൽ ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ആരോപണ വിധേയനായ DYSP അയാൾ ജനിച്ചു വളർന്ന ആ സബ് ഡിവിഷനിൽ തന്നെ DYSP ആയിട്ട് ഇരിക്കുന്നത് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് പോലീസിനെ എത്തിച്ചു എന്നാണ് കാണുന്നത്. പോലീസിൻ്റെ ഡിസിപ്ലിൻ അനുസരിച്ച് അങ്ങനെ അവരെ ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് അയാളെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റുന്നത് സർക്കാരിന് ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സംഭവവികാസങ്ങൾ, ഈ മർദ്ദനം നടന്ന പല പോലീസ് സ്റ്റേഷൻ തൃക്കോടിത്താനമുണ്ട്, കോട്ടയമുണ്ട്, തൊടുപുഴയുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് ചില സ്ഥലങ്ങളിലുണ്ട്. പല സ്ഥലങ്ങളിലും ഗുരുതരമായ പരിക്കേറ്റ് പോലീസ് മർദ്ദനത്തെ ഗുരുതര പരിക്കേറ്റ പലരും ഇന്ന് രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അവർ പലരും ക്രിമിനൽ
കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. നേരത്തെ കൊടുത്തതിൻ്റെ നടപടികൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. വർഷങ്ങളായിട്ട് അത് ഇഴഞ്ഞിഴഞ്ഞു പോകുന്നു. ഏതായാലും കോടതിയും അതുപോലെ തന്നെ പോലീസും അടിയന്തരമായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്ര നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനെ മാരകമായി അധികാരികൾ പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി കേരളത്തിൽ ഉണ്ടാകണം. അത് പോലീസിൻ്റെ ഭാഗത്തായാലും ആരുടെ ഭാഗത്തുണ്ടായാലും ആ നടപടിയിലേക്ക് കോടതികളെല്ലാം നീങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പം തന്നെ ഈ ആലപ്പുഴയുടെ DYSP അവിടെ ഒരു കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. അയാൾ അതിന് അപ്പീൽ കിടക്കുകയാണ്. രണ്ടാമത്തെ കോടതിയും ശിക്ഷിച്ചിട്ടുണ്ട്. 2 കേസിനകത്ത് അയാളെ ശിക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കലും എത്ര മാന്യനായാലും അയാളെപ്പോലുള്ള ഒരാളെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാക്കി ഇരുത്താനും കഴിയില്ല. കേരളത്തിലെ പോലീസ് അസോസിയേഷൻ നിരോധിക്കണം എന്ന് ഞാൻ കുറേ നാളുകൊണ്ട് പറയുന്നത് അതിനൊക്കെ ചില കാരണങ്ങളാണ് ഇപ്പോൾ പൊതുജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കവറ്റകൾ പോലീസിൽ ഇരുത്താൻ പാടില്ല. അവർക്കൊരു അസോസിയേഷൻ ഉണ്ടാക്കുന്നത് നല്ലതല്ല. മേലുദ്യോഗസ്ഥന്മാരെ അതുപോലെ രാഷ്ട്രീയ നേതാക്കളെയും പ്രീണിപ്പിക്കാനുള്ള തന്ത്രം അവർക്കറിയാം. അങ്ങനെ തന്ത്രത്തിൽ പലരും പല പൊസിഷനും പൊതുജനങ്ങളെ വാരിക്കേറി ചവിട്ടി അവരുടെ കാല് ഓടിച്ചവരെയും അവരെ നെഞ്ചു നോക്കി ചവിട്ടിയവരെയും അങ്ങനെയുള്ള ധാരാളം ഉദ്യോഗസ്ഥന്മാർ അതേ പോസ്റ്റിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഒരു ജില്ല മാറി ഇരിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. ഇന്ന് വരെ പരാതി ആരോപണ വിധേയരായിരിക്കുന്ന ഏത് പോലീസ് ഉദ്യോഗസ്ഥനെ ഏത് റാങ്കിലേക്ക് പോയാലും ശരി, അവരെ അടിയന്തരമായിട്ട് പൊതുജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു പോസ്റ്റിൽ ഇരുത്താൻ പാടില്ല. അവരെ എത്രയും പെട്ടെന്ന് വിഡ്രോ ചെയ്യാനൊരു സ്പെഷ്യൽ ബ്രാഞ്ച് അങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഗവൺമെൻറ് കൊടുത്തിട്ട് അല്ലെങ്കിൽ DGP കൊടുത്തിട്ട് അടിയന്തരമായിട്ട് ഇവരെയൊക്കെ മാറ്റി അവരെയൊക്കെ പൊതുജനവുമായിട്ട് ഇൻട്രാക്ഷൻ വരാത്ത സ്ഥലങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം വന്നിരിക്കുന്ന ത്രെഡ് അത് നിസ്സാരമായിട്ട് കളയരുത്. കാരണം അതിനാണ് ഞാൻ പറയുന്നത് അഡീഷണൽ ആയിട്ടുള്ള സ്ട്രെങ്ത് പീച്ചി പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും പോസ്റ്റ് ചെയ്യണം. കാരണം ഇതുപോലെയുള്ള വേറിട്ട് ചിന്താഗതിക്കാരും ഒറ്റയ്ക്ക് നടക്കുന്നവരും പ്രാദേശികമായ ഇതുപോലെയുള്ള പ്രശ്നത്തിൽ ഇടപെടുന്നവരും അവർ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നവരും ഒക്കെ അതിക്രമം കാണിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ അടിയന്തരമായി ഈ സ്ഥലങ്ങളിൽ ഈ 2 പോലീസ് സ്റ്റേഷനിലും എങ്കിലും അടിയന്തരമായിട്ട് അഡീഷണൽ ഫോഴ്സുകൾ പോലീസ് സ്റ്റേഷൻ്റെ 4 ചുറ്റിലും പോസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്.